പല മഹാന്മാരുടെയും ജീവിതം നമ്മെ ആകർഷിക്കുന്നതാണ്. എന്നാൽ അവരെ അനുകരിക്കുന്നതിന് തടസ്സമായി നമ്മിലുള്ള ഒരു മുൻവിധിയുണ്ട്. അതെന്തെന്ന് പറഞ്ഞാൽ, അവരൊക്കെ അമാനുഷികരായിരുന്നു, എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല എന്നുള്ള ചിന്ത. ഇതൊരു മുടന്തൻ ന്യായമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ സത്യം നിങ്ങൾക്കറിയാം. എന്നാൽ നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും വ്യത്യസ്തമായ ചില ചിന്തകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ നമ്മെ ഏറ്റവും അധികം സ്പർശിക്കുന്നത് ദൈവം തിരഞ്ഞെടുത്ത ഈ പിതാക്കന്മാരുടെ ജീവിതങ്ങളാണ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസഫ് എന്നീ പിതാക്കന്മാർ. ഇവരിൽ തന്നെ യോസഫിൻ്റെ ജീവിതം എത്ര വലിയ വെല്ലുവിളി ഉയർത്തുന്നതാണ് അല്ലേ? തൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും ദൈവകരം കാണുവാൻ യോസഫിന് സാധിച്ചു എന്നതാണ് അവൻ്റെ വിജയം. അവൻ്റെ അതുല്യത ഈ പറഞ്ഞവരുടെ ജീവിതങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ വലുതാണ്. ഇവരൊക്കെ അമാനുഷികരായിരുന്നു എന്ന് ചിന്തിച്ച് നാം ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കരുതേ. അവരുടെ അനുഭവങ്ങൾ നമുക്കും വരുന്നതാണ്. എന്നാൽ അതിനെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഈ പറഞ്ഞവരെല്ലാം നമ്മെപ്പോലുള്ള വെറും മനുഷ്യരായിരുന്നു എന്നോർക്കണം. അതും സാധാരണക്കാർ. ദൈവത്തിലുള്ള അവരുടെ ആശ്രയം ഒന്നാണ് അവരെ വ്യത്യസ്തരാക്കുന്നത്. അതുകൊണ്ട് ഈ മഹൽ വ്യക്തികളോട് കൂടെ ഇരുന്ന് അവരെ കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യിച്ച ദൈവത്തിൽ വേണം നാമും ആശ്രയിക്കുവാൻ. ബൈബിൾ പറയുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്ന്. യോസഫും നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. കഷ്ടങ്ങളിൽ അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. തന്നെ നടത്തുന്ന ദൈവകരം കാണുവാൻ യോസഫിന് സാധിച്ചു. തൻ്റെ ജീവിതത്തിലെ ദൈവോദ്ദേശത്തിനായി യോസഫ് ക്ഷമയോടെ കാത്തിരുന്നു. അങ്ങനെ ദൈവം തൻ്റെ സമയത്ത് യോസഫിനെ ഉയർത്തി മിസ്രൈമിൻ്റെ പ്രധാനമന്ത്രിയാക്കി. ദൈവത്തിൻ്റെ കരുതൽ എത്ര മഹത്വകരമാകുന്നു അല്ലേ? ഇന്നത്തെ നമ്മുടെ ജീവസന്ദേശ പഠനത്തിൽ അതൊന്ന് കാണുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 42 അധ്യായത്തിൽ നാം ഇത് കണ്ടതാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ ഏറ്റവും അധികം നാടകീയമായ മറ്റൊരധ്യായമാണ് 43 അധ്യായം എന്നുള്ളതിൽ സംശയമില്ല. ബെന്യാമിൻ യോസഫിന്റെ മുൻപിൽ വരുന്നതിനേക്കാൾ ഹൃദയസ്പർശിയായ ഒരു രംഗം എനിക്ക് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. അവരെ ആ നാട്ടിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നത് രൂക്ഷമായിരിക്കുന്ന ക്ഷാമമാണ്. ഞാൻ ചിന്തിക്കുന്നത്, ക്ഷാമം മാറിയിരുന്നെങ്കിൽ ശിമിയോൻ തൻ്റെ ശേഷിക്കുന്ന ആയുസ് മിസ്രൈമിലെ ആ ജയിലിൽ അഴികൾ എണ്ണി അങ്ങനെ കഴിഞ്ഞേനും. ജീവപര്യന്തമല്ല, മരണപര്യന്തം അങ്ങനെ അവിടെ കഴിച്ചു കൂട്ടിയേനും. അല്ലായിരുന്നെങ്കിൽ യോസഫ് തന്നെ അവനെ അങ്ങ് പറഞ്ഞു വിട്ടേനേയും. അല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കും? 43 അധ്യായം എന്നോടൊപ്പം നിങ്ങൾ ഒന്ന് എടുക്കുമെങ്കിൽ ഒരുമിച്ച് ചില ഭാഗങ്ങൾ വായിച്ച് നമുക്ക് ചിന്തിക്കാം. 43 അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നാം കാണുന്നത്, എന്നാൽ ക്ഷാമം ദേശത്ത് കഠിനമായി തീർന്നു. അവർ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം തിന്ന് തീർന്നപ്പോൾ അവരുടെ അപ്പൻ അവരോട്, നിങ്ങൾ ഇനിയും പോയി കുറെ ആഹാരം കൊള്ളുവീൻ എന്ന് പറഞ്ഞു. വീണ്ടും കഥ ആരംഭിക്കുകയാണ്. അവർ മിസ്രൈമിലേക്ക് പോയി ധാന്യം കൊണ്ടുവരുന്നില്ലെങ്കിൽ എല്ലാവരും, കുഞ്ഞുകുട്ടികൾ എല്ലാവരും പട്ടിണി കൊണ്ട് മരിക്കുമെന്ന് അപ്പൻ യാക്കോബിന് ഇപ്പോൾ മനസ്സിലായി. 3 മുതലുള്ള വാക്യങ്ങളിൽ അതിന് യഹൂദ അവനോട് പറഞ്ഞത്, നിങ്ങളുടെ സഹോദരൻ നിങ്ങളോടുകൂടെ ഇല്ലാതിരുന്നാൽ നിങ്ങൾ എന്റെ മുഖം കാണുകയില്ല എന്ന് അദ്ദേഹം തീർച്ചയായും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നീ ഞങ്ങളുടെ സഹോദരനെ ഞങ്ങളോടുകൂടെ അയച്ചാൽ ഞങ്ങൾ ചെന്ന് ആഹാരം വാങ്ങിക്കൊണ്ടുവരാം. അയക്കാഞ്ഞാലോ ഞങ്ങൾ പോകയില്ല. നിങ്ങളുടെ സഹോദരൻ നിങ്ങളോടുകൂടെ ഇല്ല എങ്കിൽ നിങ്ങൾ എന്റെ മുഖം കാണുകയില്ല എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇത് ന്യായമായ ഒരു വാദം തന്നെയാണല്ലേ? അദ്ദേഹം എന്ന സംബോധന ശ്രദ്ധിച്ചോ. ഇത് ആരെക്കുറിച്ചാണെന്നറിയാമോ? പണ്ട് സ്വപ്നക്കാരൻ എന്ന് വിളിച്ച അവരുടെ സഹോദരൻ യോസഫിനെക്കുറിച്ച്. പക്ഷേ അവർക്കത് അറിയില്ല. അവൻ അവർക്ക് വളരെ വ്യക്തമായൊരു ശാസനം നൽകിയിരിക്കുകയാണ്. യോസഫ് അതുപോലെ തന്നെ പ്രവർത്തിക്കുമെന്നും അവർക്കറിയാം. അവന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട യാതൊരു കാര്യവുമില്ല. ആരെയും പേടിക്കേണ്ടതായിട്ടില്ല. വളരെ ഉറപ്പായി തന്നെ യഹൂദ തന്റെ പിതാവിനോട് പറയുന്നത്, ഇനിയും ഞങ്ങൾ മിസ്രൈമിലേക്ക് പോകണമെങ്കിൽ അപ്പാ,
ബെന്യാമിൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. നീ അവനെ ഞങ്ങളോടൊപ്പം അയക്കാത്ത പക്ഷം പട്ടിണി കൊണ്ട് ഇവിടെ മരിച്ചോളാം. അവിടെ പോയി മരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അങ്ങോട്ട് പോയതുകൊണ്ട് വിശേഷമൊന്നുമില്ല. കാരണം അദ്ദേഹം ഞങ്ങളെ കാണുവാൻ കൂട്ടാക്കത്തുപോലുമില്ല. 6, 7 വാക്യങ്ങളിൽ നാം കാണുന്നത്, നിങ്ങൾക്കിനിയും ഒരു സഹോദരൻ ഉണ്ടെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ് എനിക്ക് ഈ ദോഷം വരുത്തിയത് എന്തിന് എന്ന് ഇസ്രായേൽ പറഞ്ഞു. അതിനവർ, നിങ്ങളുടെ അപ്പൻ ജീവിച്ചിരിക്കുന്നുവോ, നിങ്ങൾക്കിനിയും ഒരു സഹോദരനുണ്ടോ എന്നിങ്ങനെ അദ്ദേഹം ഞങ്ങളെയും ഞങ്ങളുടെ വംശത്തെയും കുറിച്ച് താൽപ്പര്യമായി ചോദിച്ചതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെയും അറിയിക്കേണ്ടി വന്നു. നിങ്ങളുടെ സഹോദരനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരുവിൻ എന്ന് അദ്ദേഹം പറയുമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നുവോ എന്ന് പറഞ്ഞു. അതും സത്യമാണ്. പാവം വൃദ്ധനായ യാക്കോബ് ഈ വയസ്സുകാലത്ത് ആകെ ചിന്താക്കുഴപ്പത്തിലാണ്. ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. അവനാകെ അരിശപ്പെട്ടിട്ടാകുന്നു ചോദിക്കുന്നതെന്ന് ചോദ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അല്ല, നിങ്ങൾ എന്തിനാണ് ആ മനുഷ്യനോട് നിങ്ങൾക്ക് വേറൊരു സഹോദരൻ ഉണ്ടെന്ന് പറഞ്ഞത്? യോസഫ് ഇതൊക്കെ ഗ്രഹിച്ചിരുന്നു എന്ന് യാക്കോബ് മനസ്സിലാക്കിയില്ലല്ലോ. യാക്കോബിന്റെ പക്ഷം തന്റെ മക്കൾ അതും ഇതും പറയാതെ മിണ്ടാതിങ്ങി പോന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ്. യോസഫ് അങ്ങനെ വിടുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. എന്നാൽ തങ്ങളുടെ പിതാവിനോട് മറുപടി പറയുമ്പോൾ ആ സഹോദരന്മാർ വാസ്തവത്തിൽ യുക്തിപരമായിട്ടാണ് അത് ചെയ്യുന്നത്. അവർ പിതാവിനോട് പറഞ്ഞു, ആ മനുഷ്യനോട് സകലവും പറയണമെന്നൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു അപ്പാ. എന്നാൽ അയാൾ ഓരോന്ന് ഇടഞ്ഞിടഞ്ഞ് ഇങ്ങോട്ട് ചോദിക്കുവാൻ തുടങ്ങി. അവൻ തനിക്കറിയേണ്ടതെല്ലാം അവരിൽ നിന്നും ചോർത്തും എന്നും അതൊക്കെ ലഭിക്കുന്നത് വരെ അടങ്ങിയിരിക്കുകയില്ല എന്നും നമുക്കറിയാമല്ലോ. തുടർന്ന് യഹൂദ മുൻപോട്ട് വന്ന് ബെന്യാമീന്റെ സുരക്ഷിതത്വത്തിന്റെ ചുമതല ഏറ്റെടുക്കുന്നതാണ് 8, 9 വാക്യങ്ങളിൽ നാം കാണുന്നത്. പിന്നെ യഹൂദ തന്റെ അപ്പനായ ഇസ്രായേലിനോട് പറഞ്ഞത്, ഞങ്ങളും നീയും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് ബാലനെ എന്നോടുകൂടെ അയക്കണം. എന്നാൽ ഞങ്ങൾ പോകാം. ഞാൻ അവനു വേണ്ടി ഉത്തരവാദിയായിരിക്കാം. നീ അവനെ എൻ്റെ കയ്യിൽ നിന്ന് ചോദിക്കണം. ഞാൻ അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ നിന്റെ മുമ്പിൽ നിർത്തുന്നില്ലെങ്കിൽ ഞാൻ സദാകാലം നിനക്ക് കുറ്റക്കാരനായിക്കൊള്ളാം. സുഹൃത്തെ, താങ്കൾക്കും എനിക്കും ഇന്നൊരു സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ടുണ്ട്. അത് നൽകിയവൻ യഹൂദയുടെ ഗോത്രത്തിൽ നിന്നും ഉള്ളവൻ തന്നെയാണ്. കർത്താവായ യേശു ആ സ്ഥാനം ഏറ്റെടുത്ത് എൻ്റെ ഇടയനായി. അവിടുന്ന് എൻ്റെ സ്ഥാനമെടുത്ത് എൻ്റെ ശിക്ഷ വഹിച്ചു. അവൻ്റെ മാനദണ്ഡത്തിനൊത്ത് ഉയരുവാൻ എന്നെക്കൊണ്ട് സാധ്യമായിരുന്നില്ല. എന്നാൽ യേശു കർത്താവ് കടന്നു വന്ന് എൻ്റെ സുരക്ഷിതത്വമാകുകയും തൻ്റെ ജീവൻ എനിക്കായി നൽകുകയും ചെയ്തു. ക്രിസ്തുവിനെക്കുറിച്ചുള്ള എത്ര മനോഹരമായൊരു ചിത്രമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയ അരുമരക്ഷകൻ. 10, 11 വാക്യങ്ങളിൽ നാം കാണുന്നത്, ഞങ്ങൾ താമസിച്ചിരുന്നില്ലെങ്കിൽ ഇപ്പോൾ 2 പ്രാവശ്യം പോയി വരുമായിരുന്നു. അപ്പോൾ അവരുടെ അപ്പനായ ഇസ്രായേൽ അവരോട് പറഞ്ഞത്, അങ്ങനെയെങ്കിൽ ഇത് ചെയ്യുവിൻ. നിങ്ങളുടെ പാത്രങ്ങളിൽ കുറെ സുഗന്ധപ്പശ, കുറെ തേൻ, സാമ്പ്രാണി, സന്നിനായകം, ബോടനണ്ടി, ബദാമണ്ടി എന്നിങ്ങനെ കൊണ്ടുപോയി അദ്ദേഹത്തിന് കാഴ്ചവെപ്പീൻ. യഹൂദ പറയുന്നത്, അഥവാ അവരുടെ അപ്പൻ ബെന്യാമീനെ കൂടെ അയച്ചിരുന്നെങ്കിൽ അവർ ഇതിനോടകം 1 പ്രാവശ്യം മിസ്രൈമിൽ പോയി വന്നേനേം എന്നത്രേ. 11 വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്, അവർക്ക് കനാൻ നാട്ടിൽ ക്ഷാമമുണ്ടായത് ധാന്യത്തിനാണ്. അതെ, അപ്പത്തിനും ചോറിനും മറ്റും ആവശ്യമായ ധാന്യം അവർക്കവിടെ ഇല്ലായിരുന്നു. എന്നാൽ തേനും സുഗന്ധവർഗ്ഗങ്ങളും ബോടനണ്ടി, ബദാമണ്ടിയുമെല്ലാം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് യാക്കോബ് പറയുന്നത്, അവർ മിസ്രൈമിലെ ഭരണാധികാരിക്കൊരു സമ്മാനം കൊണ്ടുപോകണമെന്നത്രേ. അങ്ങനെങ്കിലും അവനെ ഒന്ന് മരുക്കാമോ എന്നാണ് യാക്കോബിന്റെ ചിന്ത. അങ്ങനെ യാക്കോബ് തന്റെ ഓമന മകൻ ബെന്യാമീനെ മൂത്ത സഹോദരന്മാരോടൊപ്പം അയക്കുന്നു. ഇനിയും അവർ യോസഫിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ആ നാടകീയ രംഗങ്ങൾ ആരംഭിക്കും. ബെന്യാമീനെ കണ്ടപ്പോഴത്തെ യോസഫിന്റെ വികാരത്തെക്കുറിച്ച് ഊഹിക്കുവാൻ കഴിയുന്നുണ്ടോ? എത്രയെത്ര വർഷങ്ങൾക്ക് ശേഷമാണ് തന്റെ സ്വന്തം സഹോദരനെ യോസഫ് കാണുന്നത്. 16, 17 വാക്യങ്ങളിൽ നാം കാണുന്നത്, അവരോടുകൂടെ ബെന്യാമീനെ കണ്ടപ്പോൾ അവൻ തന്റെ ഗ്രഹവിചാരകനോട്, നീ ഈ പുരുഷന്മാരെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകാം. അവർ ഉച്ചയ്ക്ക് എന്നോടുകൂടെ ഭക്ഷണം കഴിക്കേണ്ടതാകയാൽ മൃഗത്തെ അറുത്ത് ഒരുക്കിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു. യോസഫ് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു. അവരെ യോസഫിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. യോസഫിന്റെ
വീട്ടിലേക്ക് അവരെ ക്ഷണിച്ചത് വ്യക്തമാണല്ലോ. തന്റെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ രഹസ്യമായി തന്നെ അവരോട് സംസാരിക്കുവാൻ യോസഫ് ആഗ്രഹിച്ചു. അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്. 18-ാം വാക്യത്തിൽ നാം കാണുന്നത്, തങ്ങളെ യോസഫിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകയാൽ അവർ ഭയപ്പെട്ടു. ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ ചാക്കിൽ മടങ്ങി വന്ന ദ്രവ്യം നിമിത്തം നമ്മെ പിടിച്ച് അടിമകളാക്കി നമ്മുടെ കഴുതകളെയും എടുത്തുകൊള്ളേണ്ടതിനാകുന്നു നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇതും കൂടി ആയപ്പോൾ ഈ പുരുഷന്മാർ ആകെ വിറയ്ക്കുവാൻ തുടങ്ങി. എന്തെങ്കിലും നല്ല ഉദ്ദേശത്തോടെയാകുന്നു അവൻ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് ഊഹിക്കുവാൻ തന്നെ അവർക്ക് പ്രയാസമാണ്. അങ്ങനൊന്നും നടക്കുവാൻ സാധ്യതയില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വളരെ കഠിനമായിട്ടാണല്ലോ അവൻ അവരോട് ഇടപെട്ടത്. ഇപ്പോഴവൻ അവരെ ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു. ഒന്നാമതേ ഉള്ളിൽ കുറ്റബോധമാണ്. ഈ കുറ്റബോധം അകത്ത് കിടന്നാൽ നന്മ ചെയ്യുവാൻ വിളിച്ചാലും ദോഷം ചെയ്യുവാൻ വിളിച്ചാലും ഭയമാണ്. അങ്ങനല്ലേ? ഈ കുറ്റബോധത്തിന്റെ ഒരു പ്രശ്നമില്ലേ? ഇവിടെ ഇതൊരു സാധാരണ സംഭവമായിരുന്നെങ്കിൽ എത്രയധികം സന്തോഷിക്കേണ്ട അവസരമാണ്. നമ്മളുടെ രാഷ്ട്രപതി താങ്കളെ ഒരു വിരുന്നിന് ക്ഷണിച്ചാൽ താങ്കൾക്കത് സന്തോഷമായിരിക്കുമോ അതോ ഭയമായിരിക്കുമോ? തുള്ളിച്ചാടുവില്ലേ? ആരോടൊക്കെ പറയും? ലോകം മുഴുവൻ ഫേസ്ബുക്കിലൂടെ അതറിയും. ഫോട്ടോ, അങ്ങനെ എന്തെല്ലാം നമുക്കെടുക്കാമോ അതൊക്കെ എടുക്കും. അതൊരു വലിയ പദവിയായി തന്നെ നാം കാണും. എന്നാൽ ഈ പുരുഷന്മാർക്ക് അങ്ങനൊരു പദവി ഒട്ടും തന്നെ സന്തോഷം നൽകുന്നില്ല. അവരുടെ പ്രശ്നം ഞാൻ പറഞ്ഞതാണ്, കുറ്റബോധം. എന്ത് സംഭവിച്ചാലും അവർക്കത് ദോഷമായിട്ടാണ് തോന്നുന്നത്. കാരണം അവരാണ് തങ്ങളുടെ സഹോദരനെ വിറ്റുകളഞ്ഞത്. കുറ്റബോധം സന്തോഷ സാഹചര്യത്തെ ദുരിതാനുഭവമാക്കി മാറ്റുന്നു. അവരുടെ ഭയത്തിൽ അവർ ആശ്ചര്യപ്പെടുവാനും അനുമാനിക്കുവാനും തുടങ്ങി. തങ്ങളുടെ ചാക്കിൽ കണ്ട പണത്തിനായി ആ മനുഷ്യൻ തങ്ങളെ അടിമകളാക്കുവാൻ പോവുകയാണെന്നും അതിനുള്ള അടവുകളാണിതെല്ലാം എന്നും യോസഫിന്റെ സഹോദരന്മാർ തീർച്ചപ്പെടുത്തി. യോസഫിനെ ഒരു അടിമയായി വിൽക്കുവാൻ അവർക്ക് മടിയൊന്നുമില്ലായിരുന്നു. ഓർക്കുന്നില്ലേ? അവർ അവനെ ഇശ്മായേല്യർക്ക് വിൽക്കുകയും അവനെ അടിമയായി മിസ്രൈമിലേക്ക് അയക്കുകയും ചെയ്തത് നിങ്ങൾ ഓർക്കുന്നില്ലേ? സുഹൃത്തെ, താങ്കൾക്ക് സന്തോഷിക്കുവാൻ സാധിക്കാത്തതിന്റെ പ്രധാന കാരണം ഉള്ളിൽ തിങ്ങിയിരിക്കുന്ന കുറ്റബോധമാണ്. ദൈവസന്നിധിയിൽ ചെന്ന് ആനന്ദിക്കുവാൻ സാധിക്കാത്തതിന് കാരണം കുറ്റബോധമാണ്. നിങ്ങളത് ഇതുവരെയും ഏറ്റുപറഞ്ഞിട്ടില്ല. ദൈവം ക്ഷമിച്ചു എന്ന് നിങ്ങൾക്കിതുവരെയും ഉറപ്പുണ്ടായിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ നിങ്ങൾ ശ്രമിക്കുന്നു. ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന വിഭവസമൃദ്ധമായ വിരുന്ന് ആസ്വദിക്കുവാൻ നിങ്ങളെക്കൊണ്ടാകുന്നില്ല. പണ്ട് വാങ്ങിയ കൈക്കൂലി, അന്യായമായി സമ്പാദിച്ച വസ്തുവകകൾ, മറ്റുള്ളവരെ വേദനിപ്പിച്ച അവസരങ്ങൾ, കള്ളം പറഞ്ഞ രംഗങ്ങൾ, ഭാര്യയോടും മക്കളോടും അവിശ്വസ്തനായി ജീവിച്ചത്, അതെ, കുറ്റബോധത്തിന്റെ പട്ടിക നീണ്ടു നീണ്ടു പോകുന്നു. പക്ഷേ നിങ്ങളുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും ഇന്നത് മായ്ച്ചു കളയുവാൻ കഴിയുന്ന ഒരു സ്ഥാനമുണ്ട്. യേശുവിന്റെ രക്തം സകല പാപവും സകല കുറ്റബോധവും സകല മാലിന്യങ്ങളും പോക്കി നിങ്ങളെ ശുദ്ധീകരിപ്പാൻ മതിയായതാണ്. ആദ്യം അവനോട് സകല കാര്യങ്ങളും ഏറ്റുപറഞ്ഞ് ക്ഷമയാചിക്കുക, മനഃപൂർവ്വമായി. പലർക്കും ഈ കുറ്റബോധവും ഈ പറഞ്ഞ പ്രശ്നങ്ങളും മാറാത്തതിന്റെ പ്രധാന കാരണം മനഃപൂർവ്വമായി ഏറ്റുപറഞ്ഞിട്ടില്ല. തുടർന്ന് നിങ്ങൾ ആരോടൊക്കെ തെറ്റ് ചെയ്തോ അവരോടെല്ലാം ക്ഷമ ചോദിക്കുക. ആരോടെങ്കിലും എന്തെങ്കിലും അന്യായമായി വാങ്ങി കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കുക. നിങ്ങൾ അവിശ്വസ്തനായിരുന്നത് മറ്റുള്ളവർക്കറിയില്ല എങ്കിൽ അതിന് ദൈവത്തോട് ക്ഷമ ചോദിച്ചാൽ മതിയാകും. ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണ ഉണ്ടാക്കാതിരിക്കുവാൻ ദൈവം തന്നെ നിങ്ങളെ സഹായിക്കും. അതേ സുഹൃത്തെ, ജീവിതം ആസ്വദിക്കുവാനുള്ളതാണ്. കുറ്റബോധത്തിൽ നരകിച്ച് നശിക്കരുത്. യേശു കർത്താവ് ഒരുക്കിയ വിരുന്ന് നമുക്ക് ആസ്വദിക്കാം. യോസഫിന്റെ സഹോദരന്മാർ ആ പ്രതിസന്ധിയിൽ ആകെ ചിന്താക്കുഴപ്പത്തിലാണിപ്പോൾ. അതുകൊണ്ട് തന്നെ അവർ സമീപിക്കുന്നത് ആരെയാണെന്ന് നോക്കിക്കേ. ഇവിടെ യോസഫ് ഉണ്ട്, പക്ഷെ അവനെയല്ല. 19 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, അവർ യോസഫിന്റെ ഗ്രഹവിചാരകന്റെ അടുക്കൽ ചെന്ന് വീട്ടുവാതിൽക്കൽ വെച്ച് അവനോട് സംസാരിച്ചു. യജമാനനെ, ആഹാരം കൊള്ളുവാൻ ഞങ്ങൾ മുമ്പേ വന്നിരുന്നു. ഞങ്ങൾ വഴിയമ്പലത്തിൽ ചെന്ന് ചാക്കഴിച്ചപ്പോൾ ഓരോരുത്തരുടെ ദ്രവ്യം മുഴുവനും അവനവന്റെ ചാക്കിന്റെ വായ്ക്കലുണ്ടായിരുന്നു. അത് ഞങ്ങൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു. ആഹാരം കൊള്ളുവാൻ വേറെ ദ്രവ്യവും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ദ്രവ്യം ഞങ്ങളുടെ ചാക്കിൽ വെച്ചത് ആരെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അവർ ക്ഷമ ചോദിക്കുവാൻ ആരംഭിക്കുകയാണ്. എന്നാൽ ആരോടാണ് ക്ഷമ ചോദിക്കുന്നത്? എല്ലാം വിശദീകരിച്ച് യാചിക്കുവാൻ പോകുകയാണ് അവർ. തങ്ങളെ യോസഫിന്റെ വീട്ടിലേക്ക് നയിക്കുന്ന ആ മനുഷ്യനോട് പോലും അവർ യാചിക്കുകയാണ്.
ആരെങ്കിലും അവരെ ഒന്ന് രക്ഷിച്ചാൽ മതിയായിരുന്നു എന്നാണ് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത്. 23 വാക്യം, അതിനവൻ, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ അപ്പന്റെ ദൈവം തന്നെ നിങ്ങളുടെ ചാക്കിൽ നിങ്ങൾക്ക് നിക്ഷേപം തന്നിരിക്കുന്നു. നിങ്ങളുടെ ദ്രവ്യം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് ശിമയോനെയും അവരുടെ അടുക്കൽ പുറത്തു കൊണ്ടുവന്നു. യോസഫിന്റെ സാക്ഷ്യം കൊണ്ട് ജീവനുള്ള സത്യദൈവത്തെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചവനായിരിക്കും ഈ പറഞ്ഞ ഗ്രഹവിചാരകൻ. ഇത് ഇവിടെ നിന്ന് വ്യക്തമാണ്. എനിക്ക് തോന്നുന്നത് അവിടെ അരങ്ങേറുന്ന നാടകത്തിന്റെ ഒരു ചെറിയ രൂപം യോസഫ് ഈ മനുഷ്യനോട് പറഞ്ഞിരിക്കും എന്നത്രേ. അയാളുടെ സംസാരം കേട്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലേ? നിങ്ങളുടെ ദ്രവ്യം എനിക്ക് കിട്ടി എന്ന്. ആ മനുഷ്യൻ യോസഫിന്റെ സഹോദരന്മാരോട് അത് പറഞ്ഞപ്പോൾ അവർ ഒന്നുകൂടി ഞെട്ടിക്കാണും. അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. വരുന്നതെല്ലാം ദൈവശിക്ഷ മാത്രമാകുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. 24 വാക്യത്തിൽ നാം കാണുന്നത്, പിന്നെ അവൻ അവരെ യോസഫിന്റെ വീട്ടിനകത്ത് കൊണ്ടുപോയി അവർക്ക് വെള്ളം കൊടുത്തു. അവർ കാലുകളെ കഴുകി. അവരുടെ കഴുതകൾക്ക് അവൻ തീൻ കൊടുത്തു. ഇവിടെ ഇതാ വീണ്ടും കാലുകളെ കഴുകുന്ന ആ ആചാരം അബ്രഹാമിന്റെ ജീവിതത്തിലും പിന്നീട് സോദോമിലും നാം അത് കണ്ടതാണ്. ആ കാലത്തെ ഒരാചാരമായിരുന്നു ഈ പറഞ്ഞത്. 25 വാക്യത്തിൽ, ഉച്ചയ്ക്ക് യോസഫ് വരുമ്പോഴേക്ക് അവർ കാഴ്ച ഒരുക്കി വെച്ചു. തങ്ങൾക്ക് ഭക്ഷണം അവിടെ എന്ന് അവർ കേട്ടിരുന്നു. യോസഫ് വീട്ടിൽ വന്നപ്പോൾ അവർ കൈവശമുള്ള കാഴ്ച അകത്തു കൊണ്ടുവന്ന് അവന്റെ മുമ്പാകെ വെച്ചു. അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. അദ്ദേഹത്തിന് ഒരു സമ്മാനം കൂടി കൊണ്ടുപോകുവാൻ യാക്കോബ് തന്റെ പുത്രന്മാരോട് പറഞ്ഞതോർക്കുമല്ലോ. അതാണ് ഈ സമ്മാനം. അവർ അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. വീണ്ടും യോസഫിന്റെ ബാല്യകാല സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഇവിടെ. 27 വാക്യത്തിൽ നാം കാണുന്നത്, അവൻ അവരോട് കുശല പ്രശ്നം ചെയ്തു. നിങ്ങൾ പറഞ്ഞ വൃദ്ധൻ നിങ്ങളുടെ അപ്പൻ സൗഖ്യമായിരിക്കുന്നുവോ, അവൻ ജീവനോടിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഇത് വളരെ ശ്രദ്ധേയമായ ചില നിമിഷങ്ങൾ ആകുന്നു എന്നോർക്കണം. യോസഫ് ഈ അവസരത്തിൽ ഒരുപക്ഷെ ഇരിക്കുന്നത് ഒരു സിംഹാസനത്തിലായിരിക്കേയില്ല. എന്നാലും ഉയർന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്നു എന്നുറപ്പാണ്. അവന്റെ സഹോദരന്മാർ ചുറ്റും നമസ്കരിച്ച് നിൽക്കുന്നുമുണ്ടാകും. അവരങ്ങനെ നിൽക്കുമ്പോൾ യോസഫ് അവരുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കാണും. അവർ അവനെ നോക്കി. യോസഫ് ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞ വൃദ്ധൻ നിങ്ങളുടെ അപ്പൻ സൗഖ്യമായിരിക്കുന്നുവോ, അവൻ ജീവനോടിരിക്കുന്നുവോ? യോസഫ് ഈ കാര്യത്തിൽ വാസ്തവത്തിൽ താൽപര്യം കാണിക്കുന്നതിന് കാരണം അവരുടെ പിതാവ് യോസഫിന്റെയും പിതാവാണല്ലോ. 28 വാക്യത്തിൽ നാം കാണുന്നത്, അതിനവർ, ഞങ്ങളുടെ അപ്പനായ നിന്റെ അടിയന് സുഖം തന്നെ, അവൻ ജീവനോടിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. കുനിഞ്ഞ് നമസ്കരിച്ചു. ഇവിടെ വീണ്ടും അവർ കുനിഞ്ഞ് നമസ്കരിക്കുകയായിരുന്നു. നാഴികയ്ക്ക് 4 വട്ടം ഇപ്പോൾ നമസ്കരിക്കുകയാണ്. ഇതിന്റെ ഓരോ ഫോട്ടോ എടുക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിലപ്പോൾ ആഗ്രഹിക്കാറുണ്ട്. താങ്കളും അത് കാണുവാൻ താല്പര്യപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കിട്ടിയാൽ അയച്ചു തരാം. ഏതായാലും ബെന്യാമീനും അവരോടൊപ്പമുണ്ട്. അവനും തല കുനിച്ച് അങ്ങനെ നമസ്കരിച്ച് നിൽക്കുകയാണ്. 29 വാക്യത്തിൽ, അവൻ തല ഉയർത്തി തന്റെ അമ്മയുടെ മകനും തന്റെ അനുജനുമായ ബെന്യാമീനെ കണ്ടു. നിങ്ങൾ എന്നോട് പറഞ്ഞ നിങ്ങളുടെ ഇളയ സഹോദരനോ ഇവൻ എന്ന് ചോദിച്ചു. ദൈവം നിനക്ക് കൃപ നൽകട്ടെ മകനെ എന്ന് പറഞ്ഞു. യോസഫ് തന്റെ സഹോദരനായ ബെന്യാമീനെ നോക്കുന്നു, തന്റെ അമ്മയുടെ മകനെ. മറ്റുള്ളവർ അവന്റെ അർദ്ധ സഹോദരന്മാരാണ്. എന്നാൽ ഈ ചെറുപ്പക്കാരൻ യോസഫിന്റെ അമ്മയുടെ തന്നെ മകനാണ്, അവന്റെ സ്വന്തം സഹോദരൻ. അവൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്നോട് പറയുന്ന നിങ്ങളുടെ ഇളയ സഹോദരനോ ഇവൻ? ഞാൻ ചിന്തിക്കുന്നത് ആ സഹോദരന്മാർ തലകുലുക്കി കാണുമെന്നത്രേ. യോസഫ് ബെന്യാമിനോട് പറഞ്ഞു, ദൈവം നിനക്ക് കൃപ നൽകട്ടെ മകനെ എന്ന്. എത്ര നാടകീയമായ നിമിഷം! തുടർന്ന് യോസഫിന് തന്റെ വികാരത്തെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നില്ല. 30 വാക്യം, അനുജനെ കണ്ടിട്ട് യോസഫിന്റെ മനസ്സ് ഉരുകിയതുകൊണ്ട് അവൻ കരയേണ്ടതിന് ബന്ധപ്പെട്ട് സ്ഥലം അന്വേഷിച്ചു. അറയിൽ ചെന്ന് അവിടെ വെച്ച് കരഞ്ഞു. യോസഫ് ഇവിടെ പ്രതികരിക്കുന്നത് കണ്ടോ? യോസഫിന്റെ മനസ്സ് ഉരുകിയതുകൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ? അവന്റെ ഹൃദയം ബെന്യാമീന് വേണ്ടി കരഞ്ഞു. അവൻ പെട്ടെന്ന് വെളിയിൽ പോയി കരയുന്നു. ഈ നീണ്ട വർഷങ്ങൾക്ക് ശേഷം തന്റെ ഒരേ ഒരു സഹോദരനായ ബെന്യാമീനെ അവൻ കാണുന്നു. അമ്മ പോയി, അപ്പനെ കണ്ടിട്ട് വർഷങ്ങളായി. ഏതാണ്ട് 22 വർഷങ്ങൾ കഴിഞ്ഞ ഒരു കൂടിക്കാഴ്ച. ഇത് പറയുമ്പോൾ യോസഫിന് ഏകദേശം 40 വയസ്സുണ്ട്. ബെന്യാമീന് ഒരു യുവാവാണ്. 31 വാക്യത്തിൽ നാം വായിക്കുന്നത്,
പിന്നെ അവൻ മുഖം കഴുകി പുറത്തു വന്ന് തന്നെത്താൻ അടക്കി ഭക്ഷണം കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചു. ഇനി സംഭവിക്കുവാനുള്ള ഒന്നിൻ്റെ അതിമഹത്തായ ഒരു ചിത്രമത്രേ ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ദിവസം ക്രിസ്തു തന്റെ സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും എന്ന് പ്രവാചകനായ സക്രിയ പ്രവചിച്ചിട്ടുണ്ട്. അന്ന് അവർ അവനോട് അവന്റെ വശത്തെ മുറിവിനെക്കുറിച്ച്, അവന്റെ കരങ്ങളിലെ ആണിപ്പാടുകളെക്കുറിച്ച് ചോദിക്കുന്നതായിരിക്കും. ആ ദിവസം അവൻ അവരോട് പറയുവാൻ പോകുന്നത്, ഇത് എനിക്കെന്റെ സ്നേഹിതരുടെ വീട്ടിൽ നിന്നും ലഭിച്ചതാകുന്നു എന്നത്രേ. അപ്പോൾ അവർ അവനെ തിരിച്ചറിയും. അവർ നിലവിളിക്കും, അവനാണ് അവർക്ക് രക്ഷ ഒരുക്കി കൊടുത്തത്. അവരുടെ വീണ്ടെടുപ്പിനായി തന്റെ ജീവൻ നൽകിയത് അവനാണ്. കർത്താവായ യേശു വീണ്ടും ഭൂമിയിലേക്ക് വരുമ്പോഴാകുന്നു ഇത് സംഭവിക്കുവാൻ പോകുന്നത്. അവൻ തന്റെ സഹോദരന്മാർക്ക്, അതായത് ഇസ്രായേൽ ജാതിക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തും. അവനെ അറിയുന്നതായ ഒരു ചെറിയ ശേഷിപ്പുണ്ടായിരിക്കും. അവൻ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ അവന്റെ സഹോദരന്മാരിൽ അനേകരും അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ഈ സമയത്ത് അവർ അവനെ അറിയുവാൻ പോകുകയാണ്. അതുപോലെ തന്നെ യോസഫിന്റെ സഹോദരന്മാരാണ് അവനെ അടിമത്തത്തിൽ വിറ്റത്. അവർ അവനെ വിറ്റു, അവനെ തള്ളിക്കളഞ്ഞു, അവനെ കൊല്ലുവാൻ കൊടുത്തു. എന്നാൽ ഇപ്പോൾ അവൻ തന്നെ അവർക്ക് വെളിപ്പെടുത്തുകയാണ്. ഒരു ദിവസം നമ്മുടെ കർത്താവും അതുതന്നെയാണ് ചെയ്യുവാൻ പോകുന്നത്. യോസഫ് തന്റെ പ്രത്യേക അറയിൽ കയറി കരഞ്ഞതിന് ശേഷം തന്റെ വികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കുവാൻ കഴിവുള്ളവനായി മുഖവും കഴുകി തിരികെ വന്നു. എന്നിട്ട് സഹോദരങ്ങളോട് പറഞ്ഞു, നമുക്ക് വല്ലതും കഴിക്കാം. 32-ാം വാക്യത്തിൽ അവർ അവന് പ്രത്യേകവും അവർക്ക് പ്രത്യേകവും അവനോടുകൂടെ ഭക്ഷിക്കുന്ന മിസ്രൈമ്യർക്ക് പ്രത്യേകവും കൊണ്ടുവന്നു വെച്ചു. മിസ്രൈമ്യർ എബ്രായരോടുകൂടെ ഭക്ഷണം കഴിക്കുകയില്ല, അത് മിസ്രൈമ്യർക്ക് അറുപ്പാകും. അവരാകെ ഭയപ്പെട്ടിരുന്നില്ലെങ്കിൽ അവർക്ക് ശ്രദ്ധിക്കുവാൻ അനേകം കാര്യങ്ങൾ ഈ വിരുന്നിൽ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, യോസഫ് മിസ്രൈമ്യരോടൊപ്പം ആയിരുന്നില്ല ഭക്ഷണം കഴിച്ചത് എന്നതത്രേ. മിസ്രൈമ്യർ പ്രത്യേകമായി ഭക്ഷണം കഴിച്ചു. യോസഫ് അവരിൽ നിന്നും മാറി വേറെ ഇരുന്നാണ് ഭക്ഷണം കഴിച്ചത്. യോസഫ് അവരുടെ ഭരണാധികാരി ആയതുകൊണ്ടായിരിക്കും വേറെ ഇരുന്ന് കഴിക്കുന്നതെന്ന് ആ സഹോദരന്മാർ ചിന്തിച്ചു കാണും. അധികമൊന്നും ചിന്തിക്കാതിരിക്കുന്നതാണ് ഈ അവസരത്തിൽ നല്ലതെന്ന് അവർക്കറിയാമായിരുന്നു. ഇനിയും ഇവിടെ ഇതാ അതിലും ആശ്ചര്യകരമായ വേറൊരു കാര്യം. 33-ാം വാക്യത്തിൽ, മൂത്തവൻ മുതൽ ഇളയവൻ വരെ പ്രായത്തിനൊത്തവണ്ണം അവരെ അവന്റെ മുമ്പാകെ ഇരുത്തി. അവർ അന്യോന്യം നോക്കി ആശ്ചര്യപ്പെട്ടു. യോസഫ് സഹോദരന്മാർക്ക് അവരുടെ പ്രായത്തിന്റെ ക്രമത്തിൽ ഇരിക്കേണ്ട സ്ഥാനം ക്രമീകരിച്ചത് വിചിത്രമായിരിക്കുന്നു. അവൻ രൂബേനെ അവന്റെ സ്ഥാനത്തും ബെന്യാമീനെ അവന്റെ സ്ഥാനത്തും, അങ്ങനെ എല്ലാവരെയും അവരവരുടെ സ്ഥാനത്തിരുത്തി. അവർ ഇപ്പോൾ ആശ്ചര്യപ്പെട്ട് അന്യോന്യം നോക്കുകയാണ്. അവൻ ഇതെല്ലാം എങ്ങനെ അറിയാമെന്നാണ് അവർ നോക്കിയതിന്റെ അർത്ഥം. എന്നിട്ടും അവർക്കൊരു പിടിയും കിട്ടുന്നില്ല. 34-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ തന്റെ മുമ്പിൽ നിന്ന് അവർക്ക് ഓഹരി കൊടുത്തയച്ചു. ബെന്യാമീന്റെ ഓഹരി മറ്റവരുടെ ഓഹരിയുടെ 5 ഇരട്ടിയായിരുന്നു. അവർ പാനം ചെയ്ത് അവനോടുകൂടെ ആഹ്ലാദിച്ചു. അവൻ അവർക്ക് ഓഹരി കൊടുക്കുന്നത് ശ്രദ്ധിച്ചോ? വീണ്ടും ഇതാ തനിക്ക് തന്റെ ബെന്യാമീനോടുള്ള സ്നേഹം മറച്ചു വെക്കുവാൻ യോസഫിന് കഴിയുന്നില്ല. അതുകൊണ്ട് അവന്, അതായത് ബെന്യാമീന് 5 ഇരട്ടി ഓഹരി കൊടുത്തയക്കുന്നു. ക്ഷാമമല്ലായിരുന്നോ? നാളുകൾക്ക് ശേഷമായിരിക്കും ഇവരൊക്കെ വയറ് നിറച്ച് വല്ലതും കഴിക്കുന്നത്. പേടിച്ചാണെങ്കിലും എല്ലാവരും വയറ് നിറച്ച് കഴിച്ചു കാണും. കുറ്റബോധം വരുത്തുന്ന വിന നോക്കണേ. എന്തെങ്കിലും കുറ്റം ചെയ്തിട്ട് അതിൻ്റെ പേര് പറഞ്ഞ് കുത്തുകയാണ് പിശാച് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ജീവിതം എത്രമാത്രം ദുസ്സഹമായിരിക്കും എന്നറിയാമോ? സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ കുറ്റബോധത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിച്ചിട്ടുണ്ടോ? നാം കുറ്റബോധത്തിൽ ജീവിക്കേണ്ട യാതൊരു കാര്യവുമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ക്ഷമയാചിക്കണം. ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. ഇന്നത്തെ ജീവസന്ദേശ പഠനം അനുഗ്രഹപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ മറക്കരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെക്കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യിക്കുവാൻ അവിടുന്ന് ശക്തനാകുന്നു എന്ന് ഇന്നത്തെ പഠനത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ പ്രകാരം ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട സകലരെയും അവിടുത്തെ കരങ്ങളിലേക്ക് നൽകുന്നു. അവർ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുവാൻ
മറ്റുള്ളവരുടെ ജീവിതങ്ങൾക്ക് മാതൃകയായി മാറുവാൻ അവിടുന്ന് അവരെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ കേട്ട വചനം അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് വചനം കേൾക്കുവാൻ വന്നതിന് നന്ദി. അടുത്ത ക്ലാസ്സിലും നിങ്ങൾ കടന്നു വരണമേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.